Hi students, myself Sonia Mary, Assistant Professor, Don Bosco College, Kottayam. Welcome to the session. ഈ സെക്ഷനിൽ നമ്മൾ ലാറ്റക്സിൻ്റെ ബേസിക് കമാൻഡ്സുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, നമ്മൾ മറ്റ് വേർഡ് പ്രോസസ്സിംഗ് മെത്തേഡ്സ് പ്രോസസ്സേഴ്സുകളായ MS ഓഫീസിൽ വാട്ട് യു സീ ഇസ് വാട്ട് യു ഗെറ്റ്. നമ്മൾ ആ സ്ക്രീനിൽ എന്താണ് കാണുന്നത് അത് തന്നെയായിരിക്കും നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ കിട്ടുന്നത്. പക്ഷേ ലാക്ടെക് അതുപോലെയല്ല. ലാക്ടെക്കിൽ നമ്മൾ സോഴ്സ് കോഡ് എഴുതി ടൈപ്പ് ചെയ്ത് കൊടുക്കും. സോഴ്സ് കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ സോഴ്സ് കോഡിനെ കമ്പൈൽ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. മറ്റ് വേർഡ് പ്രോസസ്സിങ്ങുകളിൽ നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ സ്ക്രീനിനുള്ളിൽ നമുക്ക് വാട്ട് യു സീ അതാണ് നമുക്ക് കിട്ടും. വാട്ട് യു സീ ഈസ് വാട്ട് യു ഗെറ്റ്. ഓക്കെ, ബട്ട് ഇവിടെ അങ്ങനെയല്ല. സോഴ്സ് കോഡ് എഴുതി കൊടുത്ത് കമ്പൈൽ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടൂ. ആസ് എ ബികോം സ്റ്റുഡൻസ് എങ്ങനെയാണ് സോഴ്സ് കോഡ് ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് കോഡിങ്ങിൽ വരുന്ന സിൻടാക്സ് അല്ലെങ്കിൽ റൂൾസ് എന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഈ സെക്ഷനിൽ നമ്മൾ കൂടുതലായിട്ടും കാണുന്നത്. അപ്പം പ്രോഗ്രാം സോഴ്സ് കോഡ് എഴുതുന്നതിനെക്കുറിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കമാൻഡ്സുകളാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ദ ലൈൻ സ്റ്റാർട്ടിങ് വിത്ത് പെർസെൻറ്റേജ് ഒരു പെർസെൻറ്റേജ് എന്നുള്ളൊരു സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളതിന് പറയുന്ന പേരാണ് കമൻറ്റ്സ്. ദ ലാറ്റക്സ് അലോ യു ടു ആഡ് കമൻറ്റ്സ് ഇൻ യുവർ ഫയൽ. നമ്മൾ എഴുതുന്ന ടെക് ഫയലിനുള്ളിൽ കമൻറ്റ്സ് എഴുതാൻ നമുക്ക് പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് പ്രോഗ്രാമാണ്, എന്താണ് ഇതിൻ്റെ എയിം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രോഗ്രാമിൻ്റെ റീഡബിലിറ്റി കൂട്ടാൻ വേണ്ടി പ്രോഗ്രാമിൻ്റെ ബിഗിനിങ്ങിൽ നമ്മൾ എഴുതുന്നതാണ് കമൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, പ്രോഗ്രാമിൻ്റെ റീഡബിലിറ്റി. ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് doc1, document2, doc3 എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ document1 എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കോഡ് എഴുതിയത്, അപ്പോൾ പ്രോഗ്രാം എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പ്രോഗ്രാമിൻ്റെ റീഡബിലിറ്റി കൂട്ടുന്നതിന് വേണ്ടി നമ്മൾ എഴുതുന്നതാണ് കമൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. പെർസെൻറ്റേജ് ആണ് അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ആഡ് ചെയ്യുന്ന സിമ്പിൾ. ഓക്കെ, ഇനി സെക്കൻഡ് പോയിൻ്റാണ് ദ വേർഡ് സ്റ്റാർട്ടിങ് വിത്ത് ബാക്ക് സ്ലാഷ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിന് പറയുന്ന പേരാണ് കമാൻഡ്സ്. അപ്പോൾ രണ്ട് ടേംസുകളാണ് നമ്മൾ പറയുന്നത്, കമാൻഡ്സും. ഇനി കമാൻഡ്സിൻ്റെ കൂടെ നമ്മൾ ആർഗ്യുമെൻറ്റ്സ്, കേളി ബ്രേസസ്, ഓപ്ഷണൽ സ്ക്വയർ ബ്രാക്കറ്റ്സ് ഇവയൊക്കെ ആഡ് ചെയ്യാറുണ്ട്. അത് ഓരോന്നിനും എന്തൊക്കെയാണ് പ്രത്യേകതകൾ നമ്മൾ വരുന്ന സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പം പെർസെൻറ്റേജ് ആണെങ്കിൽ കമൻറ്റ്സ്, ബാക്ക് സ്ലാഷ് ആണെങ്കിൽ കമാൻഡ്സ്. ഓക്കെ, ലാറ്റെക് കേസ് സെൻസിറ്റീവ്. ഇപ്പോൾ ലാറ്റെക്കിൻ്റെ അകത്ത് നമ്മൾ ബേസ് സിൻടാക്സുകളും കീവേഡ്സുകളും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അത് കേസ് സെൻസിറ്റീവ് ആണ്. മീൻസ് അപ്പർ കേസും ലോവർ കേസും കമ്പൈലർ രണ്ടായിട്ടാണ് ട്രീറ്റ് ചെയ്യാറുള്ളത്. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ /begin, അവിടെ /begin ബി സ്മോൾ ലെറ്റർ ആണ്. അതേപോലെ /begin ബി ക്യാപിറ്റൽ ലെറ്റർ എഴുതുവാണെങ്കിൽ നമുക്കവിടെ എറർ മെസ്സേജ് ആയിരിക്കും. കാര്യം കമ്പൈലർ കേസ് സെൻസിറ്റീവ് ആണ്. അപ്പർ കേസും ലോവർ കേസും നമ്മൾ ചിന്തിക്കും ക്യാപിറ്റൽ എയും ബിയും സ്മോൾ ലെറ്റർ ബിയും തമ്മിൽ ഡിഫറൻസ് ഒന്നും ഇല്ലല്ലോ. പക്ഷേ കമ്പൈലർ കേസ് സെൻസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് തന്നെ റിസർവ്ഡ് കീവേഡ്സ് ആയിട്ടുള്ളതിനെ അതേ കേസിൽ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ കമ്പൈലിങ് എറർ ഇല്ലാതെ വരും. ഓക്കെ, കേസ് സെൻസിറ്റീവ് അപ്പർ കേസും ലോവർ കേസും രണ്ടായിട്ടാണ് കാണുന്നത്. അതാണ് കേസ് സെൻസിറ്റീവ് കൊണ്ട് മീൻ ചെയ്യുന്നത്. 3 കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്, കമാൻഡ്സ് ആൻഡ് ദ തേർഡ് വൺ ഈസ് ലാറ്റെക്സ് കേസ് സെൻസിറ്റീവ്. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു പ്രോഗ്രാം എന്താണെന്നും അതിനകത്ത് ഉപയോഗിക്കുന്ന കമാൻഡ്സുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് // ഉപയോഗിച്ചിട്ടുണ്ട്. / എന്ന് കൊടുത്തിട്ട് നമ്മൾ പറഞ്ഞു കമാൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് എപ്പോഴും // ഇട്ടിട്ടാണ് എഴുതുന്നത്. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ ഡോക്യുമെൻറ്റ് ക്ലാസ് എന്ന് എഴുതി കഴിഞ്ഞിട്ട് അവിടെ സ്ക്വയർ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, ദെൻ കേളി ബ്രേസസും യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് // യൂസ് ചെയ്തിട്ടുണ്ട്. // യൂസ് ചെയ്തതിന് ശേഷം ഡോക്യുമെൻറ്റ് ക്ലാസ്, ദെൻ സ്ക്വയർ ബ്രാക്കറ്റ്, ദെൻ കേളി ബ്രേസസ്. അപ്പോൾ ഇവിടെ നോക്ക്, ഓരോ ലൈനിനും എന്താണ് മീനിങ് എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. The document class command appear at the start of every LaTeX document. നമ്മൾ ഏതൊരു ലാറ്റെക് ഡോക്യുമെൻറ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴും ഈ ഡോക്യുമെൻറ്റ് ക്ലാസ് എന്ന കീവേഡ് നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി കേളി ബ്രാക്കറ്റ്സ്, ആ കേളി ബ്രാക്കറ്റ്സിൻ്റെ അകത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ഡോക്യുമെൻറ്റ് ക്ലാസ് ഏതാണെന്ന്. ഓക്കെ, നമ്മൾ ചെറിയ ഷോർട്ട് ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഡോക്യുമെൻറ്റ് ക്ലാസിൻ്റെ പേര് ആർട്ടിക്കിളാണ്.
ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ഷോർട്ടായിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഡോക്യുമെൻ്റ് ക്ലാസ്സിൻ്റെ പേരെന്താണ്? ആർട്ടിക്കിൾ. അപ്പോൾ നിങ്ങൾക്കൊരു തോന്നും ലോങ് ഡോക്യുമെൻറ്റ്സ് ആണെങ്കിൽ എന്ത് ചെയ്യുമെന്ന്. ലോങ് ഡോക്യുമെൻറ്റ്സ് അല്ല ലോങ്ങർ ഡോക്യുമെൻറ്റ്സ് ആണെങ്കിൽ നമ്മളവിടെ ഉപയോഗിക്കുന്ന ഡോക്യുമെൻ്റ് ക്ലാസ്സിൻ്റെ പേര് റിപ്പോർട്ടുകളാണ്. ഫോർ എക്സാമ്പിൾ ലോങ്ങർ ഡോക്യുമെൻറ്റ്സ് വിത്ത് തീസസ്, PhD തീസസ് ഒക്കെ വരുമ്പോൾ നമ്മളവിടെ ആർട്ടിക്കിളിന് പകരം റിപ്പോർട്ട് എന്ന ക്ലാസ്സാണ് യൂസ് ചെയ്യുന്നത്. പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെൻ്റ് അനുസരിച്ച് അതുപോലെ പല ഡോക്യുമെൻ്റ് ക്ലാസ്സസുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഡോക്യുമെൻ്റ് ക്ലാസ് ഏതാണെന്ന് പറഞ്ഞു. ഇനി ഡോക്യുമെൻ്റ് ക്ലാസ്സിൻ്റെ അവിടെ കാണുന്ന സ്ക്വയർ ബ്രാക്കറ്റ്സ്. ഓക്കെ, സ്ക്വയർ ബ്രാക്കറ്റ്സ് എന്തിനു വേണ്ടിയിട്ടുള്ളത് നോക്കിക്കേ. ടു സ്പെസിഫൈ ഓപ്ഷൻസ്. നമ്മുടെ ടെക്സ്റ്റിന് വരേണ്ട, നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ടെക്സ്റ്റിൻ്റെ ഡോക്യുമെൻറ്റ്സിൻ്റെ അകത്ത് വരേണ്ട ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ സ്ക്വയർ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ നോക്കുവാണെങ്കിൽ A4 പേപ്പർ നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് കടയിലോ പ്രിൻ്റ് എടുക്കാനോ പോകുമ്പോൾ നമുക്ക് പ്രിൻ്റ് എടുക്കുന്ന പേപ്പർ A4 സൈസാണ്. അപ്പോൾ നമുക്ക് ഡോക്യുമെൻ്റ് വേണ്ടത് A4 സൈസ് പേപ്പർ ആയതുകൊണ്ട് അവിടെ ഓപ്ഷനിൽ നമ്മൾ A4 പേപ്പർ എന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ദെൻ കോമ ഇട്ടിട്ട് 12 എന്നിട്ടിരിക്കുന്നു, 12 PT. ഓക്കെ, അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രിൻ്റ് എടുക്കുന്ന ഡോക്യുമെൻ്റകത്ത് വരുന്ന ഫോണ്ടിൻ്റെ സൈസ് 12 ആയിട്ടാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം, സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ ഓപ്ഷൻസ് ആണ് സ്പെസിഫൈ ചെയ്യുന്നത്. നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത ഓപ്ഷൻസ് എന്തൊക്കെയാണ്? പേപ്പർ A4 പേപ്പർ, കോമ ദ സൈസ് ഓഫ് ദ ഫോണ്ടിൻ്റെ സൈസ് 12. നമുക്ക് ഇച്ചിരി കൂടെ വലിയ സൈസാണ് വേണ്ടെങ്കിൽ ദെൻ 14 അല്ലെങ്കിൽ 18, അങ്ങനെ സൈസ് ഓഫ് ദ ഫോണ്ട് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫസ്റ്റ് 2 ലൈൻസ് ഓഫ് കമാൻഡ്സ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ദെൻ തേർഡ് ലൈൻ, ഫസ്റ്റ് ലൈൻ, ദെൻ സെക്കൻഡ് ലൈൻ, /begin ഡോക്യുമെൻറ്റ്. ഓക്കെ, /begin ഡോക്യുമെൻറ്റുമുണ്ട്, /end ഡോക്യുമെൻറ്റുമുണ്ട്. ഈ /begin ആൻഡ് /end ഡോക്യുമെൻറ്റ്സ് ആർ എൻക്ലോസ് ദ ടെക്സ്റ്റ് ആൻഡ് കമാൻഡ്സ് ദാറ്റ് മേക്ക് യുവർ ഡോക്യുമെൻറ്റ്. നമുക്ക് പ്രിൻ്റ് എടുക്കാനുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് എടുക്കാനുള്ള ഡോക്യുമെൻറ്റ്സ് ഈ /begin ഡോക്യുമെൻറ്റിനും /end ഡോക്യുമെൻറ്റിനും ഇടയിൽ വേണം നമ്മൾ എഴുതി കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ഫോണ്ട് സൈസ് 12 നമുക്ക് ആ എഴുതി കൊടുക്കുന്ന പർട്ടിക്കുലർ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ടെക്സ്റ്റ് അവിടെ /begin /endനും ഇടയിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ടെക്സ്റ്റ് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, എനിത്തിങ് ടൈപ്പ് ബിഫോർ /begin ഡോക്യുമെൻറ്റ് ഈസ് നോൺ ആസ് പ്രിയാമ്പിൾ. ഈ പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. ആൻഡ് വിൽ അഫക്റ്റ് ദ ഹോൾ ഡോക്യുമെൻറ്റ്. അത് ഫുൾ ഡോക്യുമെൻറ്റ് അത് എഫക്റ്റ് ചെയ്യും. എനിത്തിങ് ടൈപ്ഡ് ആഫ്റ്റർ ദ /end ഡോക്യുമെൻറ്റ് ഈസ് ഇഗ്നോർ. ഇനി /end ഡോക്യുമെൻറ്റ് കഴിഞ്ഞ് നമ്മൾ എന്ത് തന്നെ ടൈപ്പ് ചെയ്താലും അതിനെ ഇഗ്നോർ ചെയ്യും. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു ലാറ്റെക്സ് ഫയലിനെ സേവ് ചെയ്യുന്നതെന്നാണ് പഠിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ലാറ്റെക്കിൻ്റെ അകത്ത് കാണുന്ന സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളവിടെ ക്രിയേറ്റ് എ ന്യൂ ഫോൾഡർ കോഡ് ലാറ്റെക്. ലൈബ്രറിയിൽ പോയി ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞ ലൈബ്രറി, ദെൻ മൂവ് ടു ഡോക്യുമെൻറ്റ്. ഈ ഡോക്യുമെൻറ്റ്സിനകത്ത് നമ്മൾ ലാറ്റെക് എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിന് doc1 എന്ന നെയിം കൊടുത്ത് സേവ് ചെയ്യുക. ദെൻ മേക്ക് ഷുവർ ദ ടൈപ്പ് സെറ്റ് മെനു സെറ്റ് ടു PDF ലാറ്റെക്. ടൈപ്പ് സെറ്റ് മെനു നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ പല ഓപ്ഷൻസ് ഉണ്ട്. അതിൽ PDF ലാറ്റെക് പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് PDF, ആ ഫോർമാറ്റിലോട്ട് ടൈപ്പ് സെറ്റ് മെനു സെറ്റ് ചെയ്തിട്ട് നമ്മളിതിനെ സേവ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഈ ടെക് ഫയലിനെ നമ്മൾ കമ്പൈൽ ചെയ്ത് കഴിയുമ്പോൾ PDF ഫയൽ ഇസ് ഓട്ടോമാറ്റിക്കലി സേവ്ഡ് ഇൻ ദ സെയിം ഫോൾഡർ. PDF നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡറിനുള്ളിൽ ഈ PDF ഫയൽ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് സേവ് ആകും. ഓക്കെ, അങ്ങനെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഡോക്യുമെൻറ്റ് റൺ ചെയ്ത് സേവ് ചെയ്യാൻ പറ്റും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ആക്ടിവിറ്റി സെക്ഷനിലെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക, പിക്ക് സെൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.